പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചു രക്ഷിച്ചു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് അധികാരം തിരിച്ചു പിടിക്കൽ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മനുഷ്യനാകണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അധികാരം തിരിച്ചു പിടിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയാമോ? മരണത്തെ തോൽപ്പിക്കണം. മരണമാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, അല്ലേ? പാപം വഴി കടന്നു വന്നത് മരണമാണ്. മരണത്തെ തോൽപ്പിക്കണം. മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരം മണ്ണോട് മണ്ണായി തീരും, ആത്മാവ് നരക പാതാളത്തിൽ ചെന്ന് നിബന്ധിക്കും. മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, ശരീരത്തിന്റെ നാശം, ആത്മാവിന്റെ നാശം. പറഞ്ഞല്ലോ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണായവൻ മണ്ണിൽ നിന്ന് തിരിച്ചു വരണം. നമ്പർ 2, പാതാളത്തിലേക്ക് പോയ ആത്മാവ് തിരിച്ചു വരണം. പാതാളത്തിൽ പോയ ആത്മാവ് വീണ്ടും തിരികെ വന്ന് ജീവിക്കണം. മണ്ണോട് മണ്ണായ മനുഷ്യ ശരീരം വീണ്ടും തിരിച്ചു വരണം. അവിടെയാണ് മരണത്തെ തോൽപ്പിക്കൽ. ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല, അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. ഇതാണ് മരണത്തെ തോൽപ്പിക്കൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്താണ് അടുത്തത്? പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരിച്ചു തരണം. കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് വേർതിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് പറ്റുള്ളൂ. തിരിച്ചു തരുന്നത് ദൈവത്തിന്റെ കടമയാ, രക്ഷകന്റെ കടമയാ. മനുഷ്യനായിരിക്കണം, രക്ഷിക്കേണ്ടത് മനുഷ്യനായിരിക്കണം. നമ്പർ 2, അധികാരം തിരിച്ചു പിടിക്കണം, മരണത്തെ തോൽപ്പിക്കണം, പരിശുദ്ധാത്മാവിനെ തിരിച്ചു തരണം. ഹല്ലേലൂയ. ലോകത്ത് അതുവരെയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ? ഇത് ഞാനെന്ത് പറഞ്ഞത് കാരണം എന്നറിയോ? ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. രക്ഷകൻ ആരായിരിക്കണം എന്നതിന്റെ ക്രൈറ്റീരിയാണ് പറഞ്ഞത്, അല്ലേ? മനസ്സിലായോ? രക്ഷകൻ ആരായിരിക്കണം എന്നതിന്റെ അടിസ്ഥാന നിയമങ്ങളെ ഈ പറഞ്ഞത്. അവനൊരു മനുഷ്യനായിരിക്കണം, അവനൊരു മനുഷ്യനായിരിക്കണം. ഈ അധികാരം തിരിച്ചു പിടിക്കാനാണ് അവൻ വരുന്നത്, മരണത്തെ തോൽപ്പിക്കാനാണ് വരുന്നത്, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ തിരിച്ചു തരാനാണ് വരുന്നത്. ഇതാണ് രക്ഷാശാസ്ത്രം. ഇതാണ് ക്രിസ്തു മതത്തിന്റെ രക്ഷാശാസ്ത്രം. എന്താണ് രക്ഷാശാസ്ത്രം എന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചോദിക്കണം, മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിക്കണം, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ചോദിക്കും. ഒരു ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം അഷ്ടാംഗ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ആ വള്ളി പുള്ളി തെറ്റാതെ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. ശരിയായ ആഗ്രഹം, ശരിയായ പ്രവൃത്തി, ശരിയായ ജ്ഞാനം എന്നൊക്കെയാണ് അവർ കിടക്കുന്നത്. അതുപോലെ ജൈനമതത്തിൽ ആ നിയമങ്ങൾ കിടക്കുന്നുണ്ട്. ബുദ്ധമതത്തിൽ, ജൈനമതത്തിൽ കഴിഞ്ഞ് ഹിന്ദു മതത്തിൽ എന്താ നിയമം? സ്വർഗത്തിൽ പോകണമെങ്കിൽ ഹിന്ദു മതത്തിൽ എന്ത് ചെയ്യണം? അവരുടെ നിയമം അനുസരിച്ചിട്ട് സ്വർഗത്തിൽ പോകാന്നല്ല പറയാം, മോക്ഷം പ്രാപിക്കാന്ന് അവർ പറയാം. കാരണം ഒരു ആത്മാവ് ഭൂമിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ അവിടെ സുന്ദരമായ ജീവിതവും ആഡംബരമായ ജീവിതവും അപ്സരസുകളുടെ ഇടയിലൊക്കെ ജീവിച്ചതിന് ശേഷം ആ ചെയ്ത നന്മ പ്രവൃത്തികളുടെ പുണ്യപ്രവൃത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് കടന്നു വന്ന് ഭൂമിയിൽ വേറൊരു അവതാരമെടുക്കും, ജന്മെടുക്കും. അതിനുശേഷം അവസാനം അവൻ ബ്രാഹ്മണനായി ജനിക്കണം. ബ്രാഹ്മണനായി ജനിച്ചിട്ട് അതും പോരാ, നന്മയോ തിന്മയോ ഇല്ലാതെ, പുണ്യമോ പാപമോ ഇല്ലാതെ നിർഗുണനായി ജീവിച്ചാൽ നിർഗുണ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കും. ഇതാണ് മോക്ഷം ഹിന്ദു മതത്തിൽ. അപ്പോ നന്മ ചെയ്ത സ്വർഗത്തെ പോകും, തിരിച്ചു വരും. തിന്മയുടെ നരകത്തെ പോകും, അത് കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരും. ഭൂമിയിൽ ചണ്ടാളിനെ പോലെ ജീവിച്ചു ചണ്ടാളിനായി അടുത്ത ജന്മം എടുക്കേണ്ടി വരും. വേറെ
കുറുക്കനെ പോലെ ജീവിച്ചാൽ കുറുക്കനായി ജന്മെടുക്കും. ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവത്തിൽ ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ ഓന്തായി ജനിക്കും. അങ്ങനെ ശിക്ഷകളൊക്കെ അനുഭവിച്ചിട്ട് അറ്റ് ലാസ്റ്റ് അവൻ ബ്രാഹ്മണനായി ജനിക്കണം. ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നന്മയോ തിന്മയോ ഇല്ലാതെ നിർഗുണനായി ജീവിക്കണം. അപ്പോൾ പുണ്യപ്രവൃത്തി ചെയ്താൽ അതിന് നിഷ്കാമ കർമ്മം, എനിക്കിതിന് പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞ് പുണ്യപ്രവൃത്തി ചെയ്യണം, പ്രശസ്തി ആഗ്രഹിക്കാതെ. പാപം ചെയ്യാനും പാടില്ല. അങ്ങനെ നിഷ്കാമ കർമ്മത്തിൽ പോയി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിക്കും പോകില്ല, നരകത്തിക്കും പോകില്ല. അപ്പൊ എങ്ങോട്ട് പോകും? നിർഗുണ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കും. അവരുടെ ദൈവത്തിന് പ്രത്യേക നിർഗുണനാണ്, നന്മയല്ല. ഇതാണ് ഹൈന്ദവ മതത്തിന്റെ മോക്ഷശാസ്ത്രം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാത്തത് നമ്മുടെ പ്രശ്നം. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ശരിയല്ലോ മുഹമ്മദ് നബിയുടെ പ്രവാചക ചര്യ, പ്രവാചകൻ എങ്ങനെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു അതേപോലെ തന്നെ അനുസരിച്ച് ജീവിക്കണം. ശരിയല്ലോ നിയമം അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഇന്ന പോലെ നിസ്കാരം, ഹജ്ജിന് പോവുക, ഇതേപോലെ അനുഷ്ഠിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, പ്രവൃത്തികൾ വെച്ച് അനുഷ്ഠിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗത്തിലേക്ക് പോകാം. പലതും പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ പോകില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഉണ്ടെന്നും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം ക്രിസ്ത്യാനിയോടാണ്. സ്വർഗത്തിൽ പോകാൻ എന്തു വേണം? നിങ്ങളല്ലേ ക്രിസ്ത്യാനികൾ, നിങ്ങൾ പറയണം എങ്ങനെയാണ് ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുന്നത്? ഞാൻ ഹിന്ദുക്കളെ പറഞ്ഞു, മുസ്ലിങ്ങളെ പറഞ്ഞു, ജൈനന്റെ പറഞ്ഞു, ബുദ്ധമതത്തിന്റെ പറഞ്ഞു. ഇനി ക്രിസ്ത്യാനിയോട് ചോദ്യം. വിശ്വാസം മതി. വിശ്വാസം കഴിഞ്ഞപ്പോൾ എന്ത് തന്നെ തെളിഞ്ഞു നിവൃത്തിയാണ്. മാമോസ് ഇരിക്കുക, കഷ്ടപ്പെട്ട് പാലിക്കുക, നന്മ ചെയ്ത് ജീവിക്കുക. ഹല്ലേലൂയ. നമ്മളിതൊക്കെ ഉത്തരം പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇതിന് പൗലോസിനൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് അറിയാമോ? പ്രവൃത്തികളാലുള്ള നീതീകരണം. പൗലോസിനൊക്കെ പറയുന്ന പേരതാ. നമ്മൾ ഈ റോമാക്കാർക്ക് എഴുതി ലേഖനം വായിച്ച് നമുക്ക് ഒന്നും മനസ്സിലാവാത്തതിന് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് കിടക്കുക. വിശ്വാസത്തിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, പ്രവൃത്തിയാലല്ല എന്ന് പറഞ്ഞിട്ട് പ്രവൃത്തികളെ കുറിച്ചിട്ട് റോമാക്കാർക്ക് എഴുതി ലേഖനത്തിൽ പൗലോസിന് നന്നായി പറയുന്നുണ്ട്. പ്രവൃത്തികളുടെ നീതീകരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, പ്രവൃത്തികളുടെ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാമോ? മനുഷ്യൻ കഷ്ടപ്പെട്ട്, യഹൂദന്മാർക്ക് നിയമങ്ങളുണ്ട്, ആ നിയമം പാലിച്ചനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും. ഞാൻ എൻ്റെ പ്രവൃത്തികളെ കൊണ്ട് കഷ്ടപ്പെട്ട് പ്രവൃത്തി അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. 10 പ്രമാണങ്ങൾ പാലിച്ച് യഹൂദന്മാരുടെ നെറ്റിയിൽ ഒരു പട്ടയൊക്കെ വെച്ച് തൊങ്ങലുകളിൽ, വസ്ത്രത്തിന്റെ തൊങ്ങലുകളിൽ വചനങ്ങളൊക്കെ, തോറയിലെ വചനങ്ങളൊക്കെ കുത്തിപ്പിടിപ്പിച്ച് അങ്ങനെ നിയമം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ സ്വർഗത്തിൽ പോകും എന്നുള്ള ധാരണ, അതിനാണ് ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കും എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പൗലോസിനെ പഠിപ്പിക്കുക. എന്താണ് ക്രിസ്ത്യാനിയുടെ രക്ഷാശാസ്ത്രം എന്ന് പറയട്ടെ? അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ യന്ത്രൻ എന്ന് രജനികാന്തിന്റെ ഒരു സിനിമയുണ്ട്, യന്ത്രൻ ദ റോബോട്ട്. കണ്ടിട്ടുണ്ടോ? അതിന് പറയുന്നത് ഹല്ലേലൂയ. എന്താണ് നിയമം എന്താണെന്നറിയാം? ആ സിനിമ കാണാത്തവർക്ക് വേണ്ടി പറയാം. ഒരു ശാസ്ത്രജ്ഞൻ തന്റെ ഛായയിലും സാദൃശ്യത്തിനും ഒരു റോബോട്ടിനെ നിർമ്മിച്ചു. ഒരു ശാസ്ത്രജ്ഞൻ, ഹല്ലേലൂയ, തന്റെ ഛായയിലും സാദൃശ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് ഫ്രീ വില്ലില്ല. അപ്പോ ശാസ്ത്രജ്ഞൻ എന്ത് കൊടുത്തു? ആ റോബോട്ടിന് ഫ്രീ വില്ല് കൊടുത്തു. ഫ്രീ വില്ല് കൊടുത്തു കഴിഞ്ഞപ്പോ ആ റോബോട്ട് എന്ത് ചെയ്തു? നല്ല സ്നേഹത്തോടെ ശാസ്ത്രജ്ഞന്റെ കൂടെ ജീവിക്കുക. ശത്രു വന്ന് എന്ത് ചെയ്തു? അതിന്റെ ഉള്ളിൽ നിന്ന് സോഫ്റ്റ്വെയർ മാറ്റി ഒരു റെഡ് ചിപ്പ് സ്ഥാപിച്ചു. കുഴപ്പമാരുടെയാ? ശത്രുവായൊരു സയന്റിസ്റ്റ് ചെയ്ത പരിപാടിയാ. ഉടനെ ഇതിന്റെ സ്വഭാവം മാറി. ഇതിന്റെ സ്വഭാവം മാറി കഴിഞ്ഞപ്പോൾ ഇതെന്ത് സംഭവിച്ചു? ലോകം മുഴുവൻ നശിപ്പിക്കാൻ ആരംഭിച്ചു.
രാജ്യം നശിപ്പിക്കാൻ ആരംഭിച്ചു. അവസാനം ഗത്യന്തരമില്ലാണ്ട് ഈ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? ഈ റോബോട്ടുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു. ആ സിനിമയിൽ നല്ലൊരു വ്യൂ ഉണ്ട്. എന്തെന്നറിയാമോ? ഒരു റോബോട്ട് ഇവിടെ നിൽക്കുന്നു, താഴെ ഫുള്ള് രജനീകാന്ത് നിൽക്കുന്നു, എല്ലാ റോബോട്ടുകളും. അപ്പോൾ ഇതിലെ മനുഷ്യനേതെന്ന് പറഞ്ഞ് കണ്ടെത്തൽ. ഇതിന് ഒരു റോബോട്ടും മനുഷ്യനല്ല. അത് ആർക്ക് മനസ്സിലായി? ഈ യന്ത്രിന് മനസ്സിലായി. അല്ല, സോറി, മനുഷ്യനാണ്, റോബോട്ടല്ല ഈ ഇരിക്കുന്നതിൽ. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ ഇത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കഴുത്ത് തിരിക്കാൻ പറയാം, ഫുള്ള്, അല്ലേ? ഈ ഫുൾ ഇങ്ങനെ ഫുൾ റൊട്ടേറ്റ് നമുക്ക് പറ്റില്ലല്ലോ, റോബോട്ടിന് പറ്റും. എല്ലാവരും കഴുത്ത് തിരിക്കുന്നു. ഒരുത്തൻ ശാസ്ത്രജ്ഞൻ മാത്രം എന്ത് ചെയ്യുന്നു? കഴുത്ത് തിരിക്കാൻ പറ്റാണ്ട് നിൽക്കുക. അങ്ങനെ കണ്ടെത്താണ്. എന്താ പറഞ്ഞ അർത്ഥം അറിയാമോ? ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് മനുഷ്യനെ രക്ഷിക്കാൻ വന്നു. പാപം ഒഴികെ സകലത്തിലും അവൻ മനുഷ്യനെ പോലെയായി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വലിയൊരു യുദ്ധം നടക്കുന്നതാണ്. എന്നിട്ട് ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുന്നു? ആ യന്ത്രിന്റെ ഉള്ളിൽ നിന്ന് റെഡ് ചിപ്പ് എടുത്തു മാറ്റി ഗ്രീൻ ചിപ്പ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ ഉള്ളിൽ പാപം കടന്നു വന്നു. പരിശുദ്ധാത്മാവിനെ മാറ്റി പാപം കടന്നു വന്നപ്പോൾ പിന്നെ ആ മനുഷ്യനെ നന്മ ചെയ്യാൻ പറ്റാതെയായി. അതാണ് കാര്യം. അവന്റെ ഉള്ളിൽ കൃപയില്ല. കൃപയില്ലാതെ അവൻ എങ്ങനെ നന്മ ചെയ്യും? പരിശുദ്ധാത്മാവ് തരുന്ന ദൈവിക ജീവൻ അവന്റെ ഉള്ളിലില്ല. അവന്റെ ഉള്ളിൽ കൃപാവനമില്ല. പിന്നെ അവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർ നന്മ ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്നേ. കണ്ടിട്ടില്ലേ? മദ്യപാനിയായ വ്യക്തിയോട് എത്ര പ്രാവശ്യം പറഞ്ഞു മദ്യപിക്കരുത്, പാപമാണ്, പാപമാണ്. എന്താ കാര്യം? അവന്റെ ഉള്ളിൽ കൃപയില്ല. അവനത് കുടിച്ചിരിക്കും. ഏതൊരു പാപത്തിന്റെ പ്രത്യേകത? പാപം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്തിരിക്കും. കാരണം അവന്റെ ഉള്ളിൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. ഇത് ആർക്കറിയാം? കർത്താവിനറിയാം. കർത്താവ് എന്താ ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല ചെയ്തു. നിയമങ്ങൾ കുറെ തന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നേ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം അവൻ ഓർമ്മിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനി രക്ഷാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി വഴിയുള്ള നീതീകരണമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിന് തന്നെ സമർപ്പിക്കുകയും ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയും കൃപാവരം നൽകുകയും നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത് വേറെ വിശ്വാസത്തിലുള്ള നീതീകരണം. പെന്തക്കോസ്തുകാർ പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നെ എന്ത് തോന്നിയ ദിവസം ചെയ്യാം. അവർ പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നെ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നാം രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, വേണമെങ്കിൽ മുങ്ങിക്കോ, മുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, പിന്നെ എന്തും ചെയ്യാം. പെന്തക്കോസ്തുകാർ പ്രബോധനം അങ്ങനെയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ ഈ പ്രമാണങ്ങളെ പിന്നെ അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ പ്രവൃത്തി വഴിയുള്ള നീതീകരണ. വെള്ള വസ്ത്രം മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ, ആഭരണങ്ങൾ ഇടാൻ പാടില്ല, മീശ വയ്ക്കാൻ പാടില്ല, കുറെ നിയമങ്ങളുണ്ട് അവർക്ക്. എന്താ അർത്ഥം? പ്രവൃത്തി വഴിയുള്ള നീതീകരണം. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്നൊരു തെറ്റിദ്ധാരണ. അതാണ് ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ സംഭവിക്കുന്നത്. അതിനെതിരെ അവർ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വഴി കൃപയാലാണല്ലോ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. എഫെസസ് 2:8 ശ്രദ്ധിച്ചോളൂ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. രണ്ടു തരം പ്രവൃത്തി. ഒന്ന് മറ്റ് കടമ ചെയ്യണ പ്രവൃത്തി, രണ്ടാമത്തത് സൽപ്രവൃത്തി. സൽപ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം? കൃപ വേണം. കൃപ കിട്ടണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്നാനം സ്വീകരിക്കണം, മാമോദിസ സ്വീകരിക്കണം. മാമോദിസ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതാണ് വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല, കർത്താവിന്റെ പ്രവൃത്തിയാണ്. നാം അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സൽപ്രവൃത്തി ചെയ്യും. സൽപ്രവൃത്തി എന്ത് ചെയ്യും? സംഭവിക്കും?
യേശു ക്രിസ്തു വലത്തും ഇടതും നിർത്തിയിട്ട് വിശക്കുന്നതിന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുത്തോ? സൽപ്രവൃത്തി ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്. ഈ പ്രവൃത്തിയാണ്. അപ്പോ രണ്ട് പ്രവൃത്തി പറഞ്ഞു. പൗലോസ് ശ്ലീഹ പറഞ്ഞ പ്രവൃത്തി എന്താണ്? യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ഉള്ള മീശ വളർത്തണം, താടി വളർത്തണം, മുടി വളർത്തണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അർത്ഥമുള്ള കാലത്ത് പള്ളി വരാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളുണ്ട്. അത് പ്രവൃത്തികളാണ്, നിയമത്തിന്റെ അനുഷ്ഠാനം. അതാണ് നേരത്തെ വായിച്ചത്. നിയമാനുഷ്ഠാനം വഴി നീതി പ്രാപിക്കില്ല. ഞാൻ ഗലാത്യ 3 വായിച്ചപ്പോൾ പറഞ്ഞത് നിയമാനുഷ്ഠാനം വഴി ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന സംഭവമാണ്. അത് റോമാക്കാർക്ക് ലേഖനത്തിലും പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. വിശ്വാസം ലഭിക്കാൻ എന്ത് വേണം? വിശ്വാസം ലഭിക്കണമെങ്കിൽ കേൾക്കണം, സുവിശേഷം കേൾക്കണം. സുവിശേഷം കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം, പ്രസംഗിക്കണമെങ്കിൽ അയക്കപ്പെടണം. അയക്കുന്നത് ക്രിസ്തു. ക്രമം മനസ്സിലായോ? യേശു ക്രിസ്തു അയക്കണം, അയക്കുന്ന അപ്പോസ്തലന്മാർ പ്രസംഗിക്കണം, പ്രസംഗിക്കുന്നത് കേൾക്കണം, കേൾക്കുന്നവൻ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ സ്നാനം സ്വീകരിക്കണം, കുദാശ ചെയ്യണം. കുദാശയിൽ കടന്നു വന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. കൃപ ലഭിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പൊ ചോദിക്കാണ്, മാമോയിസ് സ്വീകരിക്കാതെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ, നിരീശ്വരവാദികൾ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ഉള്ളിലും സൽപ്രവൃത്തികൾക്ക് ആവശ്യമായി കൃപാവരമുണ്ട്. അതിന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ കരകവും ഞൂണികൾ ക്രിസ്ത്യാനികളല്ല. അതിനെ കുറിച്ച് അടുത്ത കുദാശന ക്ലാസ്സിൽ പേര് പറയുമ്പോൾ കൂടുതലായിട്ട് പറയും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ അധികാരം പിടിച്ചെടുത്തതെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അധികാരം പിടിച്ചെടുത്തത്? എന്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ച ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു. അതാണ് പോയിന്റ് കേട്ടോ. അപ്പൊ അടുത്ത് വേറൊരു കാര്യം വരികയാ. ഒരു പാവം പെൺകുട്ടി ഇതേപോലെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. ആരാ? പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി അവൾ പറഞ്ഞു. അവിടെയാണ് വചനം മാംസമായി അവതരിച്ചത്. അതാണ് ദൈവരാജ്യം എന്ന ആ വലിയൊരു കൺസെപ്റ്റ്. അതുകൊണ്ട് അവൾ രണ്ടാമത്തെ ഹവ്വ എന്ന് വിളിക്കുന്നത്. ഒറിജിനൽ വിളിച്ചത് രണ്ടാമത്തെ ഹവ്വ. കാരണം അവൾ പറഞ്ഞു, ഒരു പാവ പെൺകുട്ടി, മനുഷ്യ പെൺകുട്ടി. യേശു ക്രിസ്തു ദൈവ മനുഷ്യനായതാണല്ലോ. ഇത് വെറും പച്ച പെൺകുട്ടി. അവൾ അമലോകത്ത് ജനിച്ചതാ. പിശാചിന്റെ കെണിയിൽ പെടാതെ അവൾ ജനിച്ചതാ. ആ ജനിച്ചപ്പോൾ ജീവിതകാലം മുഴുവൻ അവൾ യെസ് ലോർഡ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് അവൾ പറഞ്ഞു. ഒരു മനുഷ്യ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു. ആദ്യത്തെ ഹവ്വ പാപം ചെയ്തെങ്കിൽ പറയില്ലേ, പെണ്ണുങ്ങളെ ശരിയല്ല, അവരുടെ വാക്ക് കേൾക്കാൻ പറ്റൂല. കാരണം എന്താ? അവര് ഹവ്വയുടെ ജന്മങ്ങളാ, അവര് പാപം ചെയ്യും, അവരാണ് ഈ ആദത്തിന് കൂടി വഴിതെറ്റിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഹവ്വ ഒരു പാവം പെൺകുട്ടി, ഇതാ കർത്താവിന്റെ ദാസത്തിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞെടുത്താണ് ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഒന്നാമത്തെ ആദും ഹവ്വയും ഭർത്താവും ഭാര്യയുമാണെങ്കിൽ, രണ്ടാമത്തെ ആദും ഹവ്വയും മകനും അമ്മയുമാണ്. ഹല്ലേലൂയ, സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവരാജ്യം എന്നുള്ള ഈ ടോപ്പിക്കോട് അവസാനിക്കുക. എത്രയും വലിയ സബ്ജക്റ്റ് ആണ്. 4 മണിക്കൂർ ക്ലാസ് എടുത്ത് ഈ ഒരു സബ്ജക്റ്റ് മാത്രം. ഇതാണ് ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. ഇതാണ് ക്രിസ്തുവിന്റെ. ഇതെന്താ പറയുമ്പോൾ ഞാൻ പറയാൻ എത്രയും ഡീറ്റെയിൽ എടുക്കാൻ കാരണം, ഇനി വരാൻ പോകുന്ന പരിശുദ്ധ തൃത്വമായാലും ക്രിസ്റ്റോളജി ആയാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം കിടക്കുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാലല്ലേ പറ്റുള്ളൂ.
രക്ഷയുടെ ഈ രക്ഷാശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കണ്ടാൽ മാത്രമേ പരിശുദ്ധ തൃത്വമായിട്ടും വളരെ ഈസിയാവും, ക്രിസ്റ്റോളജി ആയാലും വളരെ ഈസിയാവും, മരിയോളജി ആയാലും ഈസിയാവും. ഇത് മനസ്സിലാവാതെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പലയിടത്തും വഴിതെറ്റും. പലയിടത്തും തൃത്വം പറയുമ്പോൾ വഴിതെറ്റും, ക്രിസ്റ്റോളജി പറയുമ്പോൾ വഴിതെറ്റും, ഇങ്ങനെ പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് പ്രോത്സാഹിപ്പിക്കുകയാണ്.